എല്ലാവർക്കും ആവശ്യമുള്ള ഏരിയ ആണ് ഫ്രേസൽ വെർബ്സ്. അതിനകത്ത് നമുക്ക് ഈ ഹൈസ്കൂളിലൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു ഫ്രേസൽ വെർബാണ് പുട്ട് ഔട്ട്. പുട്ട് ഔട്ട് മിക്ക ആൾക്കാർക്കും മീനിങ് അറിയാം. പറഞ്ഞേ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ഫ്രേസൽ വെർബ് പുട്ട് ഔട്ട്? നമ്മളെല്ലാം ഉച്ചരിക്കുന്ന പുട്ട് പുട്ടെന്നാണ്, ഉച്ചാരണം പുട്ടെന്നല്ല, പുട്ട്. ആൻഡ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പുട്ട് ഔട്ട്? പുട്ട് ഔട്ട് മീൻസ് ടു എക്സ്റ്റിംഗ്വിഷ്, തീ അണയ്ക്കുക എന്നർത്ഥം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ഫ്രേസൽ വെർബ് പുട്ട് ഔട്ട്? ടു എക്സ്റ്റിംഗ്വിഷ്, തീ അണയ്ക്കുക. ഒരു സെന്റൻസ് പറയുമ്പോൾ the firemen put out the fire. The firemen put out the fire. The firemen തീ അണച്ചു എന്നാണ് ആ വാക്യത്തിനർത്ഥം. ഇനി what is the difference between put out and go out? Put outും go outും എന്താ വ്യത്യാസം? Put out means to extinguish, തീ അണയ്ക്കുക എന്നർത്ഥം. Go out means to be extinguished, തീ അണയുക എന്നർത്ഥം. ആദ്യം പറഞ്ഞത് പുട്ട് ഔട്ടിന്റെ വാക്യം ഓർമ്മയുണ്ടോ? പുട്ട് ഔട്ട് മീൻസ് ടു എക്സ്റ്റിംഗ്വിഷ്. ആ എക്സാമ്പിൾ ഓർമ്മയുണ്ടോ? അതായത് തീ അണയ്ക്കുക. ദ ഫയർമെൻ പുട്ട് ഔട്ട് ദ ഫയർ. എന്നാൽ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഗോ ഔട്ട്? ഗോ ഔട്ട് മീൻസ് ടു ബി എക്സ്റ്റിംഗ്വിഷ്ഡ്, അണയുക എന്നർത്ഥം. അണയുക എന്നർത്ഥം. പുട്ട് ഔട്ട് അണയ്ക്കുക, ഗോ ഔട്ട് അണയുക എന്നർത്ഥം. ദ ഫയർമെൻ പുട്ട് ഔട്ട് ദ ഫയർ, ഓർമ്മയുണ്ടല്ലോ. എന്നാൽ all the lights went out. Go outന്റെ past tense ആണ് went out. All the lights went out means എല്ലാ വിളക്കുകളും അണഞ്ഞു. ആദ്യം പറഞ്ഞത് the firemen put out the fire, മീനിങ് എന്താണ്? ഫയർമെൻ തീ അണച്ചു. എന്നാൽ all the lights went out, അവിടെ നമ്മൾ go out എന്ന ഫ്രേസൽ വെർബിന്റെ past tense ആയ went out ആണ് ചേർത്തിരിക്കുന്നത്, which means തീ അണയുക. All the lights went out means എല്ലാ വിളക്കുകളും അണഞ്ഞു. go out അണയുക, put out അണയ്ക്കുക. മറക്കില്ല കേട്ടോ. മനസ്സിലായല്ലോ?